ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. കേരള സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായി പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങൾക്കും ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു. അതായത് ഡിഗ്രി സംവിധാനം കേവലം ഒരു 3 വർഷത്തെ ഡിഗ്രി എന്നതിനേക്കാൾ ഉപരി വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരു സ്വന്തമായ രീതിയിൽ ഒരു പ്രൊഫഷനായിട്ട്, അതായത് ഒരു ജോലി കൂടി വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി കഴിയുന്നതിൻ്റെ കൂടെ തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല യൂണിവേഴ്സിറ്റികൾ ഡിഗ്രിയെ മാറ്റിയെടുക്കുന്ന ഒരു തീരുമാനം കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ നടന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 3 വർഷത്തെ ഡിഗ്രി എന്നതിന് 3 വർഷത്തെ ഡിഗ്രിക്ക് പകരം 4 വർഷത്തെ ഡിഗ്രി കൊണ്ടുവന്ന് വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കലായിട്ട് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പുതിയൊരു സിസ്റ്റം നമ്മുടെ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷനൊക്കെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇനി ഈ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ആഴ്ച, അതായത് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചർച്ച പ്രകാരം ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗ് പ്രകാരം തീരുമാനമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്, കേരള സംസ്ഥാനത്ത് നമ്മൾ നിലവിൽ ഹൈസ്കൂൾ അതേപോലെ ഹയർ സെക്കൻഡറി ഈ 2 കാറ്റഗറിയിലാണ് നമ്മൾ ഇത്രയും കാലം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്, നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം കൊണ്ടുപോയിട്ടുള്ളത്. എന്നാൽ ഇത് പാടെ മാറുകയാണ്. അതായത് ഹൈസ്കൂൾ സംവിധാനം ഹയർ സെക്കൻഡറി സംവിധാനം മാറ്റുകയാണ്. കാരണം ഒരുപാട് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്നാമതായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂൾ, അതായത് 7ാം ക്ലാസ് കഴിഞ്ഞാൽ 8, 9, 10 ഈ 8, 9, 10 കഴിഞ്ഞാൽ അതിനുശേഷം +1, +2 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികളുടെ SSLC മാർക്കിനെ അടിസ്ഥാനമായിട്ട് വിദ്യാർത്ഥികൾ വീണ്ടും അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാതെ വരുന്നു, പ്രൈവറ്റ് മേഖലയിൽ പോകുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അതായത് ഹൈസ്കൂൾ പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അത്ര ഒരുപാട് പ്രയാസങ്ങൾ വരണം. എന്നാൽ ഇനി ഈ സംവിധാനം ഈ സംവിധാനം പൂർണ്ണമായിട്ട് മാറി വിദ്യാർത്ഥികൾക്ക് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഒരൊറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലായിട്ട് പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ സംവിധാനം വരുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന 2 കാറ്റഗറി പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് വിദ്യാർത്ഥികൾക്ക് 8 മുതൽ 12ാം ക്ലാസ് വരെ ഒറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നുള്ള പുതിയൊരു മാറ്റം വരുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ഒരു ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറിയുടെ പേര് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മാറ്റുകയാണ്. അതായത് ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും ടോട്ടലി പേര് മാറ്റിയിട്ട് കേരള സെക്കൻഡറി സ്കൂൾ എന്നായിട്ട് പേര് വരും. അതായത് ഇനി കേരള ഹൈസ്കൂളും അതേപോലെ കേരള ഹയർ സെക്കൻഡറിയും എന്നുള്ള പേര് മാറ്റി കേരള സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് 8 മുതൽ 12ാം ക്ലാസ് വരെ ഒറ്റൊരു സിസ്റ്റമായിട്ട്, ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറുന്ന ഒരു സംവിധാനമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് നേട്ടങ്ങൾ തന്നെയായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാലും ഇനി ടീച്ചേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അതായത് നിലവിൽ HSST ഹയർ സെക്കൻഡറി വിഭാഗം, HSC ഹൈസ്കൂൾ വിഭാഗം, ഈ 2 വിഭാഗത്തിലാണ് ടീച്ചേഴ്സ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു സിസ്റ്റം മാറ്റിയിട്ട് കേരള സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്നുള്ളൊരു തസ്തിക പുതുതായിട്ടൊരു തസ്തികയായിട്ട് മാറും. അപ്പോൾ ഈ 2 തസ്തിക നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കേരള ഗവൺമെൻറ് എടുത്ത് മാറ്റിയിട്ട് ഒറ്റൊരു തസ്തികയായിട്ട് മാറ്റുന്ന ഒരു സംവിധാനമാണ് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ഇനി ഒരു കേരള സെക്കൻഡറി സ്കൂൾ ടീച്ചർക്ക് 8ാം ക്ലാസ് മുതൽ +2 വരെ പഠിപ്പിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു യോഗ്യതാ സംവിധാനമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഗ്രിയും അതേപോലെ തന്നെ PGയും അതേപോലെ തന്നെ B.Edഉം സെറ്റുമായിരിക്കും ഇനി മുതൽ 8ാം ക്ലാസ് മുതൽ +2 വരെ പഠിപ്പിക്കാൻ വേണ്ട ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ. കാരണം ഒരു കേരള സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്ന് പറയുമ്പോൾ 8 മുതൽ 12 വരെ എടുക്കുവാൻ സാധിക്കുന്നതിൽ യോഗ്യതയുള്ള ടീച്ചേഴ്സ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓരോ വീഡിയോയിൽ കൃത്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ഈ ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ തീരുമാനം ജസ്റ്റ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം നടപ്പിലാക്കണമെന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ ഉന്നത വകുപ്പിൻ്റെ കീഴിൽ തീരുമാനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സ്വാഭാവികമായിട്ടും ഏത് തീരുമാനങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാകും, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്സ്, നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. അത് സാധാരണമാണ്. കാരണം ഏതൊരു മേഖലയാണെങ്കിലും ഇത്തരത്തിൽ നേട്ടങ്ങളും ദോഷങ്ങളും ഉണ്ടാകും. അതുപ്രകാരം നമ്മൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കഴിവുള്ള ടീച്ചേഴ്സ് എന്നുള്ള ഒരു രീതിയിലാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ടീച്ചേഴ്സൊക്കെ ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എന്നതാണ് സിസ്റ്റം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി
വരെ നിലവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് ഹയർ സെക്കൻഡറി ലെവൽ, അതായത് +1 +2 മാത്രം, അതായത് കേരള സെക്കൻഡറി സ്കൂൾ മാത്രം അവർക്ക് പഠിപ്പിച്ചാൽ മതിയാവുന്നതാണ്. കാരണം നിലവിൽ +2 പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് 10ാം ക്ലാസ് 9ാം ക്ലാസ് ഇങ്ങനെ താഴെയുള്ള ക്ലാസ്സിലോട്ട് വരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നിലവിൽ ഹൈസ്കൂൾ 8, 9, 10 പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് PG + B.Ed സെറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് +1ലും +2ലും കൂടി അവർക്ക് ക്ലാസ് എടുക്കുന്നൊരു സംവിധാനത്തിലാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. എന്നാൽ നിലവിൽ സർവീസിലിരിക്കുന്ന അധ്യാപകരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ക്വാളിഫിക്കേഷനിൽ പ്രശ്നങ്ങൾ വരുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും നിലവിൽ ഈ ഒരു പുതിയൊരു സിസ്റ്റം പാസ്സായി കഴിഞ്ഞാൽ, അതായത് ഈ റിപ്പോർട്ട് പാസ്സായി കഴിഞ്ഞാൽ നിലവിൽ സർവീസിലുള്ള ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് B.Ed + ഡിഗ്രി + B.Ed മാത്രമാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഹൈസ്കൂൾ മാത്രം അവർ വിരമിക്കുന്നവരെ അവർക്ക് പഠിപ്പിക്കുവാൻ സാധിക്കും തരും. ഇനി അതേപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലെ ടീച്ചേഴ്സ് നിലവിൽ ഹയർ സെക്കൻഡറിയിൽ തന്നെ മാത്രം പഠിപ്പിച്ചാൽ മതി. അതിന് ശേഷം വരുന്ന ടീച്ചേഴ്സ്, അതായത് ഡിഗ്രി പിന്നീടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും എല്ലാ ടീച്ചേഴ്സിനും നിർബന്ധമായിട്ടും PG + B.Ed എന്നുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആമുഖമായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സർവീസിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡിഗ്രിയുടെ കൂടെ B.Ed എടുത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് PG കൂടി നിർബന്ധമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ സെറ്റ് കൂടി നിങ്ങൾ ക്വാളിഫൈഡ് ആകുവാൻ വേണ്ടി നിങ്ങൾ നോക്കുക. കാരണം നിലവിലത്തെ PC ലിസ്റ്റിൽ HSC ലിസ്റ്റിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ നിലവിൽ PG ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു PG ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് ക്വാളിഫൈഡ് ആക്കി വെക്കൽ ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യമാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള സിസ്റ്റം ടോട്ടലി മാറുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ പൂർണ്ണമായിട്ടും ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക. കൂടാതെ ഇനി അങ്ങോട്ട് നമ്മുടെ ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്റർ എന്നുള്ളൊരു തസ്തിക പൂർണ്ണമായിട്ടും മാറി പ്രിൻസിപ്പൽ എന്നൊരു തസ്തികയായിട്ട് മാറുകയാണ്. അതായത് കേരള സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായിരിക്കും ഇനി ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ അറിയപ്പെടുക. അതായത് ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും ഒരൊറ്റൊരു പ്രിൻസിപ്പൽ എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരിക. കൂടാതെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണെങ്കിൽ അവരെ കേരള സെക്കൻഡറി സ്കൂൾ ഗ്രേഡ് 1 എന്നും, ഇനി ഹൈസ്കൂളാണെങ്കിൽ കേരള സെക്കൻഡറി സ്കൂൾ ഡീംഡ്, അതായത് ഹൈസ്കൂൾ ലെവലിലെ ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് ഹയർ സെക്കൻഡറി കൂടി പഠിപ്പിക്കാൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ അവരെ കേരള സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഡീംഡ് എന്നുകൂടി അവരെ വിളിക്കുന്നതായിരിക്കും. ഈ ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ റിപ്പോർട്ട് പാസ്സാകുന്നതുകൂടെ നമ്മുടെ സംസ്ഥാനത്ത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ട് ഒരൊറ്റൊരു സെഷനായിട്ട് കേരള സെക്കൻഡറി സ്കൂൾ എന്നുള്ള രീതിയിൽ മാറുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന, അതായത് പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ തീർച്ചയായിട്ടും നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതികരിക്കുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ചർച്ച ചെയ്യുവാനും അത് കേൾക്കുവാനും വേണ്ടി നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ് അടച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.